വെൽക്കം ടു ജാൻസ് ഹെൽത്ത് ആൻഡ് ലൈഫ് സ്റ്റൈൽ. ഐ എം ഡോക്ടർ ജുനീദ്, നാച്ചുറോപ്പതി യോഗ ഫിസിഷ്യൻ. സയൻസ് ബാക്ക്ഡ് ആയിട്ടുള്ള നാച്ചുറൽ റെമഡീസിനെ കുറിച്ച് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഹായ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഡിടോക്സിഫിക്കേഷനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. വളരെയധികം മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുള്ളൊരു വേർഡാണിത്. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും ഈ പലതരത്തിലുള്ള വെൽനസ് പ്രൊഡക്റ്റുകൾ, സപ്ലിമെൻറ്റുകളൊക്കെ ഒരുപാട് ഡിടോക്സിഫിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മുടെ കരളിൽ നടക്കുന്നൊരു പ്രോസസ്സാണ്. 24/7 നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഒരു ഇൻബിൽറ്റ് സിസ്റ്റമാണ്. എന്നാൽ അതിന് തെറ്റായ രീതിയിലുള്ള ചില തരത്തിലുള്ള ആഹാര രീതികൾ എടുത്തു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവാറുണ്ട്. അപ്പോൾ എന്താണ് യഥാർത്ഥ ഡീടോക്സിഫിക്കേഷൻ, എന്താണ് ടോക്സിൻസ്, എങ്ങനെ ഇതിനെ പ്രൊമോട്ട് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് പ്രശ്നമായി തീരും എന്നൊക്കെ നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ വിശദമായിട്ട് പറയുന്നുണ്ട്. പലപ്പോഴും ഈ സ്ഥിരമായി കുടിക്കുന്ന ജ്യൂസുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈറ്റമിനോ മറ്റെന്തെങ്കിലും സപ്ലിമെൻറ്റുകളൊക്കെ എടുക്കേണ്ട ഒരു ആവശ്യവുമില്ല. കരളിന് കൃത്യമായി ഡീടോക്സിഫൈ ചെയ്യാൻ അതിനുള്ള ന്യൂട്രിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ കരളൊരു ഫാക്ടറി പോലെ കെമിക്കൽസിനൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ഡീടോക്സിഫിക്കേഷൻ. 2 ഘട്ടങ്ങളിലായിട്ടാണ് ഇത് നടക്കുന്നത്. പക്ഷേ അതൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് ഈ എന്താണ് ടോക്സിൻസ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. അപ്പം പലതരത്തിലുള്ള പൊല്യൂട്ടൻസ്, പെസ്റ്റിസൈഡ്സ്, ഡ്രഗ്സ്, മറ്റെന്തെങ്കിലും കെമിക്കലുകൾ ശരീരത്തിലേക്ക് വായുവിലൂടെയും വെള്ളത്തിലൂടെയും ആഹാരത്തിലൂടെയും ഒക്കെ വന്ന് ചേരാറുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ചില ടോക്സിൻസുകളുണ്ട്. ഈ ടോക്സിൻസുകൾ ഈ ഉപാപചയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ തരത്തിലുള്ള പ്രോസസ്സിലൂടെയൊക്കെ വരുന്ന ടോക്സിൻസുകൾ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പുകളിലാണ് ഇത് അടിഞ്ഞുകൂടുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കൊഴുപ്പുള്ള ആളുകളിൽ കൂടുതൽ ടോക്സിൻസ് അടിഞ്ഞുകൂടാൻ സാധ്യത കൂടുതലാണ് എന്നും കൂടി മനസ്സിലാക്കാം. അതുപോലെ നമ്മുടെ സെൽസുകളിൽ അതിൻ്റെ വാളുകളിലായിട്ട് ഇതുപോലത്തുള്ള കൊഴുപ്പുകൾ ഉണ്ടാകാറുണ്ട്, ലിപ്പിഡ് മോളിക്യൂളുകൾ ഉണ്ടാകാറുണ്ട്. ഇതിലും ഇത് കൂടുതലായിട്ട് അടിഞ്ഞുകൂടും. കാരണം പൊതുവെ ഇതുപോലുള്ള ടോക്സിൻസുകൾ ഈ ഫാറ്റ് സൊല്യൂബിളാണ്, അതായത് കൊഴുപ്പുകളിൽ കൂടുതലായി അലിഞ്ഞു ചേരുന്നവയാണ്. അപ്പം ഇത്തരത്തിലുള്ള ടോക്സിൻസുകളാണ് നമ്മൾ ശരീരത്തിൽ നിന്നും രക്തത്തിലേക്ക് റിലീസ് ചെയ്യുകയും കരൾ എല്ലാ ദിവസവും പ്രോസസ്സിലൂടെ ഇത് ഡീടോക്സിഫൈ ചെയ്ത് പുറന്തള്ളുന്നത്. അത് 2 ഘട്ടങ്ങളിലാണ് നടക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ ഘട്ടത്തിൽ സംഭവിക്കുന്നത് വിഷാംശങ്ങളെ കരൾ ബ്രേക്ക് ഡൗൺ ചെയ്യും, ചെറിയ ചെറിയ പീസുകളാവും. ഒരു ഇലക്ട്രോണിക് ഒബ്ജക്റ്റിന് നമ്മൾ വേസ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ പൊട്ടിച്ച് കളഞ്ഞാൽ അത് കൂടുതൽ മാലിന്യം കൂട്ടല്ലേ, അതുപോലെ ഈ ടോക്സിനെ ബ്രേക്ക് ചെയ്യും തോറും ഇതിൻ്റെ വീര്യം കൂടുകയും ചെയ്യും, ഇത് ഒരുപാട് ടോക്സിക്കായി മാറുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒന്നാമത്തെ ഘട്ടത്തിലെ പ്രോസസ്സ് വിഘടിക്കും തോറും ഇത് പ്രശ്നം കൂട്ടുക ചെയ്യുന്നത്. എന്നാൽ രണ്ടാമത്തെ ഘട്ടത്തിലാണ് യഥാർത്ഥത്തിലുള്ള ഡിടോക്സിഫിക്കേഷൻ പ്രോസസ്സ് ശരീരത്തിൽ നടക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ ആഹാരത്തിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള ചില തരത്തിലുള്ള എസൻഷ്യലായ അമിനോ ആസിഡുകളും അതുപോലെ ചില ആൻറ്റി ഓക്സിഡൻറ്റുകളായിട്ടുള്ള കാര്യങ്ങളൊക്കെ കരൾ ഈ ടോക്സിൻസായി കൂട്ടി യോജിപ്പിച്ച് ഇതിനെ ന്യൂട്രലൈസ് ചെയ്യും. അങ്ങനെ അത് വെള്ളത്തിൽ അലിഞ്ഞു ചേരാൻ പറ്റുന്ന പദാർത്ഥമായി മാറ്റുകയും ചെയ്യും. മൂത്രത്തിലൂടെയും അതുപോലെ കുടലിലൂടെയൊക്കെ സ്റ്റൂളായിട്ടൊക്കെ ഇത് പുറന്തള്ളുകയും ചെയ്യും. അപ്പം ഈ 2 പ്രോസസ്സിലൂടെയാണ് കരൾ യഥാർത്ഥത്തിൽ ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഹീലിംഗ് ക്രൈസിസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം. പല ആൾക്കാർക്കും ചില തരത്തിലുള്ള ഡയറ്റൊക്കെ ഫോളോ ചെയ്താൽ അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ചെയ്താൽ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തലവേദന വരിക, അതുപോലെ പനിക്കുക, ജോയിൻറ്റ് പെയിന്, അല്ലെങ്കിൽ തലക്കൊക്കെ ഒരു ഭാരം അനുഭവപ്പെടുക, ഇതുപോലുള്ള പ്രശ്നങ്ങൾ കൂടി വരാറുണ്ട്. ഇതിൻ്റെ കാരണം നമ്മുടെ രക്തത്തിലേക്ക് റിലീസ് ചെയ്യുന്ന ടോക്സിൻസിൻ്റെ അളവ് കൂടി വരുന്നു. അത് ഈ ലിവറിന് മാനേജ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലായി വരുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഈ ഫേസ് 1 ഫേസ് 2 ഒക്കെ പ്രശ്നങ്ങളിലേക്ക് പോവാറുണ്ട്. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ കൂടുതൽ ടോക്സിൻസ് രക്തത്തിലൂടെ സഞ്ചരിക്കുകയും വളരെ വൈറ്റൽ ആയിട്ടുള്ള ഓർഗൻസുകളിലൊക്കെ ഡാമേജ് ഉണ്ടാക്കാനും അതുപോലെ പല ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി വരുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. ഇതിനെപ്പറ്റി പറയുമ്പോൾ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത രീതിയിൽ പറയേണ്ട ഒരു കാര്യമാണ് ഫാസ്റ്റിംഗ്. അപ്പോൾ ഫാസ്റ്റിംഗ് പല ആൾക്കാരും യൂട്യൂബ് വീഡിയോയും സോഷ്യൽ മീഡിയ ഒക്കെ കണ്ടിട്ട് ഉപയോഗപ്പെടുത്താറുണ്ട്. പല ആൾക്കാർക്കും ഇത് യൂസ് ആവാറുണ്ട്. എന്നാൽ ഈ ശരീരത്തിൽ ഒരുപാട് ടോക്സിൻസ് അടിഞ്ഞു കൂടിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ശരീരത്തിൽ ഒരുപാട് കൊഴുപ്പൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഫാസ്റ്റിംഗ് ലോങ് ടേം ആയി കിടക്കുമ്പോൾ അവർക്ക് ഹീലിംഗ് ക്രൈസിസ് കൂടി വരാനുള്ള സാധ്യത കൂടാറുണ്ട്. അതുപോലെ ലിവറിലുള്ള ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സ് അവതാളത്തിലും ആവാറുണ്ട്. ഫാസ്റ്റിംഗ് യൂസ്ഫുൾ ആണ്, പക്ഷെ അത് കൃത്യമായ നല്ല
സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഡ്യൂറേഷൻ തിരഞ്ഞെടുത്തുകൊണ്ട് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ നാച്ചുറോപ്പതി യോഗ ഹോസ്പിറ്റലുകളിലൊക്കെ വരുന്ന പേഷ്യൻസിന് അവരുടെ BMI അനുസരിച്ചിട്ട് അതുപോലെ തന്നെ അവരുടെ രോഗാവസ്ഥയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഫാസ്റ്റിംഗ് കൊടുക്കാറുണ്ട്. ഇത് ടോക്സിൻസ് ശരീരത്തിൽ നിന്നും രക്തത്തിലേക്ക് റിലീസ് ചെയ്യാൻ സഹായിക്കും. കാരണം കൊഴുപ്പ് വിഘടിക്കും തോറും അതിലുള്ള ടോക്സിൻസ് കൂടി രക്തത്തിലേക്ക് കൂടുതൽ റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത് സ്ട്രാറ്റജിക്കലായിട്ട് കൺട്രോൾ ചെയ്യും. പലപ്പോഴായിട്ട് നാച്ചുറോപ്പതി ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ഫാസ്റ്റിംഗ് പ്രോപ്പർ ഫാസ്റ്റിംഗ് ആണെന്നും പറയാൻ പറ്റില്ല. ഇതിൽ എല്ലാ ഫാസ്റ്റിങ്ങിലും വാട്ടർ ഇൻക്ലൂഡ് ആവാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചില തരത്തിലുള്ള ന്യൂട്രിയൻസ് അടങ്ങിയ ആഹാരങ്ങളും കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതൊരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഡയറ്ററി പ്രോട്ടോക്കോളാണ്. കൃത്യമായി അതിനൊരു ഫാസ്റ്റിംഗ് ആയിട്ട് പറയാൻ പറ്റില്ല. പലപ്പോഴായിട്ട് കലോറി റെസ്ട്രിക്ഷൻ ഇവിടെ നടക്കാറുണ്ട്. കാരണം ഈ ഫാറ്റിനെ അതിനെ വിഘടിപ്പിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായി ഫാസ്റ്റിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് പ്രശ്നം കൂട്ടും എന്നുള്ളതാണ്. അപ്പം ഫാസ്റ്റിംഗ് ഏറ്റവും നല്ലൊരു ടൂൾ തന്നെയാണ്. ബട്ട് അതിനെ കൃത്യമായി ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങളത് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് മനസ്സിലാക്കാം. ഇനി പലതരത്തിലുള്ള ടീ അതുപോലെ ജ്യൂസുകളൊക്കെ കുടിക്കുന്നതും പലപ്പോഴായിട്ട് നമ്മുടെ ബവൽ മൂവ്മെൻറ്റ് ഇമ്പ്രൂവ് ആക്കാറുണ്ട്. അതുപോലെ ഡയൂററ്റിക് ഇഫക്റ്റ് ഉണ്ടാക്കാറുണ്ട്. അതായത് മൂത്രം കൂടുതലായിട്ട് പുറന്തള്ളുന്നത്. അപ്പം ശരീരത്തിനൊരു ലൈറ്റ് ഫീലിംഗ് കിട്ടും എന്നല്ലാതെ ഈ ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സിൽ പറഞ്ഞ 2 ഘട്ടങ്ങളിൽ ഇത് പൊതുവെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യാറില്ല. അങ്ങനെ ഘട്ടങ്ങളിൽ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രോട്ടീൻ ശരീരത്തിന് നല്ല രീതിയിൽ കൊടുക്കണം എന്നുള്ളതാണ്. കാരണം പലതരത്തിലുള്ള പ്രോട്ടീൻ ശരീരത്തിന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. ഇത് ശരീരത്തിന് ആഹാരത്തിലൂടെ തന്നെ കിട്ടേണ്ടതുണ്ട്. അത് വെജിറ്റേറിയൻസ് ആയാലും നോൺ വെജിറ്റേറിയൻസ് ആയാലും ചില ആഹാരങ്ങളിലൂടെ അത് കിട്ടും. വെജിറ്റേറിയൻസ് ആണെങ്കിൽ പയറുവർഗ്ഗങ്ങൾ, നട്ട്സ്, ധാന്യങ്ങൾ, അതായത് ക്വിനോവ, അതുപോലെ ഈ തവിട് കളയാത്ത അരി, ഗോതമ്പ് ഇതുപോലുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുമ്പം ശരീരത്തിന് ആവശ്യമുള്ള എസൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡുകൾ ശരീരത്തിന് കിട്ടും. അതോടൊപ്പം മാംസാഹാരം കഴിക്കുന്നവരാണെങ്കിൽ മുട്ട, മത്സ്യം, മാംസം, ബോൺ ബ്രോത്ത് ഇതുപോലുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുന്നത് വഴി നല്ല തരത്തിലുള്ള അമിനോ ആസിഡുകൾ ശരീരത്തിന് കിട്ടുന്നുണ്ടെന്നും ഉറപ്പാക്കാൻ വേണ്ടി പറ്റും. അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഫേസ് 2 ഈ അമിനോ ആസിഡുകൾ ഇല്ലാതെ ശരീരത്തിന്, ലിവറിന് ഈ ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ 2 ഘട്ടം കഴിഞ്ഞാൽ ശരീരത്തിന് അത് പുറന്തള്ളണം. മൂത്രത്തിലൂടെയും അതുപോലെ ബവൽ മൂവ്മെൻറ്റിലൂടെയും. ഇത് തടസ്സപ്പെട്ട് കഴിഞ്ഞാലും പ്രശ്നമാവും. അപ്പം വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും കൃത്യമായ ടൈമിങ്ങുകളിൽ ശരീരത്തിൻ്റെ ഭാരം അനുസരിച്ച രീതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ബവൽ മൂവ്മെൻറ്റ് കറക്റ്റ് ആക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ബവൽ മൂവ്മെൻറ്റ് പല ആളുകൾക്കും പ്രത്യേകിച്ച് രോഗാവസ്ഥയിലുള്ള ആൾക്കാരാണെങ്കിൽ ഇത് പ്രശ്നം ഉണ്ടാവാറുണ്ട്. പ്രോപ്പറായി ബവൽ മൂവ്മെൻറ്റ് നടക്കാത്ത അവസ്ഥ. അപ്പോൾ ബവൽ മൂവ്മെൻറ്റിന് പൊതുവേ ഫൈബറിൻ്റെ കുറവോ അല്ലെങ്കിൽ വെള്ളം കുടിക്കാത്തതിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ കൊഴുപ്പ് അടങ്ങിയ ആഹാരങ്ങൾ പ്രോപ്പറായി കഴിക്കാത്തത് കൊണ്ടൊക്കെ വരുന്ന പ്രശ്നമാണ് ഈ ബവൽ മൂവ്മെൻറ്റിൻ്റെ പ്രശ്നം. അതോടൊപ്പം തന്നെ നമ്മൾ നോക്കുന്നൊരു കാര്യം കൂടിയാണ് നമ്മുടെ ഗട്ട് ബ്രെയിൻ ആക്സിസിൽ ഉണ്ടാകുന്ന അപാകത. നാച്ചുറോപ്പതി ഹോസ്പിറ്റലുകളിലൊക്കെ വരുന്ന പേഷ്യൻസിന് പൊതുവെ ഈ എന്തൊക്കെ ഫൈബറൊക്കെ കറക്റ്റാക്കി കഴിഞ്ഞാലും ബവൽ മൂവ്മെൻറ്റ് കറക്റ്റ് ആവില്ല എന്ന് പറഞ്ഞ പേഷ്യൻസുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവരുടെ കുടൽ പ്രോപ്പറായിട്ട് മൂവ്മെൻറ്റ് നടക്കുന്നില്ല, ചലിക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥ കൂടി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരം പേഷ്യൻസുകളിൽ എനിമ തെറാപ്പി, അതുപോലെ ഗട്ട് ബ്രെയിൻ ആക്സിസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാരാസിമ്പതിക് സിസ്റ്റത്തിനെ ഉത്തേജിപ്പിക്കുന്ന യോഗ തെറാപ്പികളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഗട്ട് മൂവ്മെൻറ്റ് കറക്റ്റ് ആക്കാറുണ്ട്. അപ്പം അങ്ങനെ കൂടി കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ചില സന്ദർഭങ്ങളിൽ നമുക്ക് സ്വയം ചെയ്യാൻ പറ്റണമെന്നില്ല ഇത് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊരു മെഡിക്കൽ എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പ് തന്നെ വേണ്ടി വരും എന്നുള്ളതും മനസ്സിലാക്കാം. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ ടോക്സിൻസ് ഫേസ് 2 കഴിഞ്ഞാലും ശരീരത്തിൽ നിന്ന് പ്രോപ്പറായി പുറന്തള്ളാത്ത ഒരവസ്ഥയിലേക്ക് ഉണ്ടാവും. ഇനി മനസ്സിലാക്കേണ്ടത് കരളിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില കാര്യമുണ്ട്. കരളിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ക്രൂസിഫറസ് വെജിറ്റബിൾസ് ആണെന്ന് മനസ്സിലാക്കാം. ക്യാബേജ്, ബ്രൊക്കോളി, കോളിഫ്ലവർ ഇതുപോലുള്ള ആഹാരങ്ങൾ, ക്രൂസിഫറസ് വെജിറ്റബിൾസ് കരളിന് നല്ല രീതിയിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് കൊടുക്കാനും ഈ ഫേസ് 2 വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളുടെ ശരീരത്തിൽ ടോക്സിൻ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ റിലീസ് ചെയ്ത് അതിനെ ഡീടോക്സിഫൈ ചെയ്ത് പ്രോപ്പറായി നടക്കണം എന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ ലോഡുകൾ ഇനിയും കൊടുക്കാതിരിക്കുക എന്നുള്ളത്. ആൽക്കഹോൾ ഡ്രിങ്കിങ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ ശരീരത്തിലേക്ക് എക്സ്പോസ് ആവുന്നത്, അല്ലെങ്കിൽ ഡ്രഗ്സ് അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്നത്, പ്രോസസ്ഡ് ആഹാരം കഴിക്കുന്നത്, ഇതൊക്കെ കരളിന് കൂടുതൽ ലോഡ് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സിന് കൂടുതൽ പ്രശ്നം കൊണ്ടുവരാണ്. അപ്പോൾ ഇത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. കാരണം കരളിന് ഇത് ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഓവർലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ശരീരത്തിന് ഒരിക്കലും ഇത് കറക്റ്റാക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കണം.
അപ്പോൾ യഥാർത്ഥ ഡീടോക്സ് എന്ന് പറഞ്ഞാൽ 24/7 ശരീരത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അതിന് സപ്പോർട്ട് ചെയ്യേണ്ടത് നല്ല രീതിയിൽ പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങളാണ്, ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുള്ള ക്രൂസിഫറസ് വെജിറ്റബിൾസ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളാണ്. അതിനപ്പുറമായിട്ട് നമ്മൾ എടുക്കുന്ന പലതരത്തിലുള്ള സപ്ലിമെൻറ്റുകളൊന്നും പ്രത്യേക തരത്തിലുള്ള ബൂസ്റ്റിംഗ് ഒന്നും അത് ശരീരത്തിന് ഡിറ്റോക്സിഫിക്കേഷൻ പ്രോസസ്സിന് കൊടുക്കുന്നില്ല. നമ്മുടെ ശരീരത്തിന് തന്നെ ഡിറ്റോക്സിഫിക്കേഷൻ പ്രോസസ്സ് കൃത്യമായി ചെയ്യാൻ പറ്റും. നമുക്കതിന് വേണ്ടിയിട്ട് അത് എങ്ങനെ നടക്കുന്നെന്ന് മനസ്സിലാക്കി അതിനു വേണ്ടി ജീവിതശൈലികൾ മാറ്റിയെടുത്താൽ മാത്രം മതി. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ആരോഗ്യ പ്രശ്നം കാരണം അത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ എക്സ്പേർട്ടിൻ്റെ സഹായത്തോടു കൂടി അത് കറക്റ്റ് ചെയ്യുക. പ്രത്യേകിച്ചും കോൺസ്റ്റിപ്പേഷൻ പോലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് അത് കറക്റ്റ് ചെയ്യുക. അതുപോലെ മെറ്റബോളിക് പ്രോബ്ലംസ് കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ, ഒബീസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ച് ചെയ്യുക. അത് അറിയില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഫാസ്റ്റിംഗ് ചെയ്യാതിരിക്കുന്നതായിരിക്കും. കാരണം പലപ്പോഴായിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൂടാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്നത് ശരീരത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തലവേദന, ജോയിൻറ്റ് പെയിനൊക്കെ കൂട്ടിക്കൊണ്ട് നടത്തേണ്ട ഒരു കാര്യമല്ല. ഇത് വളരെ സിമ്പിളായിട്ട് ശരീരത്തിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കൂടാതെ തന്നെ ശരീരത്തിന് ചെയ്തു തീർക്കാൻ പറ്റുന്ന, സക്സസ്ഫുള്ളായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് എത്തിക്കാനും ശ്രമിക്കുക. അടുത്ത നല്ലൊരു കണ്ടൻ്റായിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.